തലാഖ് എന്റെ മൊഴി ചൊല്ലി അയച്ചിരിക്കണം. തങ്ങളെ അബ്ദോ, എടാ അബ്ദോ, ആ അബ്ദോ, ഇതിനിത് എവിടെ പോയി കിടക്കുക? ആ, നീ എവിടെ പോയി കിടക്കുക? എന്തേ മാരേട്ടാ? പറഞ്ഞു തരാം, വാ വാ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിയുന്നവനാ ദൈവം നമ്പുരാൻ. നിന്റെ മൊയ്തീൻ കോയ ഹാജിക്ക് നല്ലൊരു ഏറ് കൊണ്ടിരിക്കണം. കൃത്യമായിട്ടാണ് തമ്പുരാൻ എറിഞ്ഞിട്ടുമുണ്ട്. എന്തേ? നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ കാര്യം പറയും കുമാരേട്ടാ. ആ രണ്ടാമത്തെ പെണ്ണില്ലേ, എന്തൊന്നത്? നസീമ. ആ അതന്നെ. അതിന്റെ കെട്ടും കച്ചവടം വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞത്രേ. ഇനിയിപ്പോ പടച്ചവനെ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. മൊഴി ചൊല്ലിന്ന് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മോനെ. ഇക്കാക്ക ഇപ്പം എവിടെ ഉണ്ടാവില്ലേ? കടവത്തുണ്ടാവും. രാത്രിയില് പള്ളി കിടക്കും. നേരാണോ അന്നെ പറ്റി കേട്ടത്? നേരാ. അന്റെ കെട്ടിയവൻ ജമാല് ധരിച്ചോ? ജമാലിക്ക കെട്ടിയ മാത്രല്ലേ കക്ക, എന്റെ വയറ്റ് വളരുന്ന കുട്ടിന്റെ ബാപ്പയും കൂടെയാണ്. നിങ്ങളെ കണ്ട് ഒരു വിവരം പറയാൻ വേണ്ടി വന്ന. എന്താ അബ്ദു? നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ? നിങ്ങള് നസീമാനെ ഒഴിവാക്കരുത്. ഓള് പാവ. എല്ലാം കഴിഞ്ഞില്ലേ അബ്ദു? എല്ലാരും കൂടി കണക്ക് തീർത്തില്ലേ? ഇനി തീരൂല. നിങ്ങൾ തമ്മിലുള്ള ഇടപാട് ഇനി പടച്ചോൻ തീർത്താലും തീരൂല. നസീമാന്റെ വയറ്റില് നിങ്ങളുടെ കുട്ടി വളരുന്നുണ്ട്. അബ്ദു പറയും, ആ കുട്ടിയും നിങ്ങൾ തമ്മിലുള്ള ഇടപാട് തീർത്താ തീരുവോ? ഒഴിവാക്കരുത്. പടച്ചോനെ വിചാരിച്ച് ഓളെ ഒഴിവാക്കരുത്. എല്ലാം ഞാൻ കേട്ടു. ആര് കേട്ടിട്ടും ഇനി കാര്യമുണ്ട് മോളെ. ഒന്നും പറയണ്ട, ഇത്താനെ കൊണ്ടുവരണം.
ഞാനും നീ വാശിച്ചുകൊണ്ട് മാത്രം മൊഴി അയച്ചില്ലേ? കൊടുക്കാനുള്ള സ്വർണവും പണവും കൊടുത്തയച്ചു ബാപ്പ. പ്രായമായ വഴക്കും വക്കാണത്തിനും ആളായിട്ട് ഇക്കാക്കയും കൂട്ടുന്നിട്ടല്ലേ? ഈ കുടുംബത്തോട് അവര് ചെയ്തതോ? അനക്ക് പറഞ്ഞുറച്ച കല്യാണം പണത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ നസീബന്റെ ബാപ്പ മുടക്കിയത്? അയാൾ കെട്ടാൻ വന്നത് എന്നെ ആയിരുന്നില്ല, ബാപ്പ കൊടുക്കാന്ന് പറഞ്ഞ പണത്തെ ആയിരുന്നു. പോയെങ്കി പോട്ടെ. അതുപോലെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് എന്റെ നസീമാത്താനെ വേണം, ഇക്കാക്കയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ വേണം. കൊണ്ടുവരണം, ഇക്കാക്ക പോയി കൊണ്ടുവരണം. നിങ്ങൾക്ക് മക്കളുണ്ടായി കാണാൻ നിങ്ങളെക്കാളും ഉമ്മയും ബാപ്പയും ആശിച്ചു. പക്ഷേങ്കില് കൊള്ളാനും കൊടുക്കാനും വയ്യാതെ കുടുങ്ങിയല്ലോ എന്റെ ബദരിങ്ങളെ. ഉമ്മ, എന്താ മോനെ? വെച്ച് താമസിപ്പിച്ച് പെറ്റുപോറ്റാനാണോ ഉദ്ദേശം? എനിക്ക് പരിചയമുള്ള നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓള് സമ്മതിക്കുന്നു. സമ്മതിച്ചേ പറ്റൂ, പുറത്ത് മനുഷ്യരറിയും. ഈ വീടിനും കുടുംബത്തിനും പേരുദോഷമുണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്കൂടിയാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം, അത് ഉമ്മാന്റെ സാമർഥ്യം. മോനെ, പെറ്റ തള്ളയല്ലേ ഞാൻ. മൊയ്ചൊല്ലി വിട്ടവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് മുടക്കാച്ചരക്കായി കാലാകാലം നസീമയുടെ കഴിയണമെന്നാണോ? പൊന്നുമോളെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇപ്പം കൈകി തുടച്ചാ പോണ കറിയെ പറ്റിയിട്ടുള്ളൂ. നസീമ, നാളെ ഒരു പുരുഷന്റെ കൂടെ കുടുംബമായിട്ട് നിനക്കും ജീവിക്കണ്ടേ? കെട്ടി ഒഴിഞ്ഞവന്റെ കുട്ടീനെ ഏറ്റെടുക്കാൻ തറവാട്ടി പറഞ്ഞ ഒരുത്തിനും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഏറ്റെടുക്കണ്ട, ആരും ഏറ്റെടുക്കണ്ട. നസീമ, ഉമ്മ പറയുന്നത് അനുസരിക്ക്. ബാപ്പയില്ലാത്തൊരു കുട്ടി ഈ വീട്ടില്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്, എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. ഞങ്ങളൊക്കെ മാനം കെടുത്തിട്ട് ഈ അടങ്ങുള്ളില്ലേ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. മോളെ, പാപ്പ പറയണത് അനുസരിക്കണം. എല്ലാവർക്കും പറയാനുള്ളത് ആ അതന്നെ. ഇല്ല, ഞാനത് ചെയ്യില്ല പാപ്പ, ചെയ്യില്ല. നസീമ, മാഞ്ഞാളം കൊഞ്ചാനുള്ള നേരല്ലത്. മനുഷ്യന്റെ ഇടയിൽ മാനം കെടാൻ എനിക്ക് പറ്റൂല. മാനോ മാനക്കേടൊക്കെ എല്ലാരും നോക്കിയുള്ളൂ. മനസ്സിന്റെ വേദന പഠിച്ചും പോലും കാണുന്നില്ല. പാപ്പാന്റെ വാക്കും കേട്ട് ഗർഭിണിയായ എന്നെ മൊയ്ചൊല്ലി അയച്ച ആ നട്ടിലില്ലാത്തതിനെ ഓർത്തിട്ടാ ഈ വേദനപ്പെടുന്നത്? ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല.
ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല. എന്തേ ഉമ്മ, ഞാൻ ഉമ്മാ ബാപ്പാന്നൊന്നും വിളിക്കണ്ട. എന്തിനിവിടെ കയറി ഒന്ന്? നസീമാനെ ഒന്ന് കാണാൻ. എന്തിന്? എന്റെ കൂടെ ഓരോന്ന് ചോദിക്കാൻ. ജമാലെ, മുന്തിയ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി തന്ന കയ്യില് ചൂലരക്കും വെച്ചിരി. നസീമ, ഔത്ത് പോ. നസീമ, നസീമ, എല്ലാം കേട്ടു. വന്നത് കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അന്നെ കൊണ്ടുപോവാൻ. ഇന്നല്ല, നിങ്ങളെ കുട്ടിക്കും വേണ്ടി. അതിനി ജനിക്കൂല. അന്വേഷിച്ചിങ്ങോട്ട് വരണ്ട. നസീമ, ഞാൻ അറിയാതെ സമ്മതിച്ചു പോയി. ബാപ്പാന്റെ നിർബന്ധത്തിന് എന്നോട് പൊറുക്കില്ല നസീമ. നിങ്ങളോട് പഠിച്ചു പൊറുക്കട്ടെ. നസീമ, ആ എന്തേ നസീമാനെ നസീമനെ ഒന്ന് കാണാൻ. അപ്പാന്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയതല്ലേ? ആ കാലിഞ്ചി ഈ പൊരേന്റെ അകത്ത് കുത്തരുത്. ഒന്ന് മോനെ കെട്ടറിയ കുലുമാല് കുത്തിപ്പൊക്കാൻ അന്നപ്പ എന്തിനങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. പുണ്യപ്പെട്ട മക്കത്ത് പോയി 5 ഹജ്ജ് ചെയ്ത മൊയ്തീൻ കോയ ഹാജിന്റെ പെരയാണ്. ഇവിടെ അന്നെ പോലെ ഒരുത്തിന് ഒരിക്കലും വരാൻ പാടില്ല. മൊഴി അയക്കുമ്പോ നസീമ ഗർഭിണിയാണെന്ന് പടച്ചോനാൻ എനിക്കറിയില്ലായിരുന്നു. പള്ളിയും പള്ളിക്കമ്മറ്റിയും കയ്യിലുള്ളതുകൊണ്ട് എന്ത് തോന്നിയാസോ ആകാമെന്ന് ഉളുപ്പില്ലാത്ത എന്റെ തന്തയെ ഹറാം പറഞ്ഞ ഈയും വിചാരിച്ചല്ലേ? പറഞ്ഞു കിടക്കാൻ പഴയ തറവാടിന്റെ കിസ്സേ ഉള്ളൂ എന്റെ തന്തക്ക്. അതല്ല ഞാൻ. ഏറെ വൈകാണ്ട് ഫക്രൂദ്ദീനെ പിടിച്ചിറക്കി ഈ മൊയ്തീൻ കോയ ഹാജി ഇരിക്കും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട്. എന്റെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനത്തെ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റൂല? പറ്റൂല. കുട്ടിമോസേ, ഓ, മൊയ് വലിയ പെണ്ണിന്റെ പുറകെ കയറി വരാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഹറാമാണ്. എന്താണ് ഹറാമാണ് എന്ന്. അതാണ് ശരവൻ ശരീരത്ത് എന്താണെന്നറിയാൻ വയ്യാത്ത ഹിമാറോട് ഇറങ്ങി പോകാൻ പറയും. ഓന്റെ ബാപ്പാക്കുള്ളത് പിന്നെ കൊടുത്തോളാം. ഞാനൊന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ. ആയില്ലെങ്കിലോ? ആയില്ലെങ്കി എന്റെ പെരയില് സൈക്കിളുമ്മ മീനും കൊണ്ടുവരും ഈ മൊയ്തീൻ കോയ ഹാജി. നസീമ അവിടെ ഉണ്ടാവും, വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കാളി. വാക്കാണോ? റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് ഇത് ബാക്കാണ്. ഞാൻ വരും നസീമാനെ കൊണ്ടുപോവാൻ. ജമാലെ, വല്ലകത്തെ തറവാട്ട് നിന്നോളാരും കൈയിട്ട് ഇറക്കാൻ പോയിട്ടില്ല. ഈ ആയിട്ട് ഈ തറവാട്ടിന് മാനക്കരുണ്ടാക്കരുതെന്ന് മനസ്സിലായ? ഈ മൊയ്തീൻ കോയാജിന്റെ പുറയിൽ പോയോന്ന്? പോയി. എന്തിന്? ഓന്റെ കാല് പിടിക്കാനാ? അല്ല, പിന്നെ ഈ എന്തിനാ പേടി ചവിട്ടിനാ ചോദിച്ചേ? നസീമാനെ കാണാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ. ജമാനെ, നാണക്കേട് ചെയ്തു വന്നിട്ട് ഇതിനോട് പ്രസംഗിക്കണ. ആ പൊരയായിട്ട് എനക്ക് എന്താണ് ബന്ധം? നസീമന്റെ ആരാ? നസീമ? നസീമ ആരാന്ന് അള്ളാനെ സാക്ഷി നിർത്തി സമുദായത്തിലെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിക്കാഹിത് എന്റെ പെണ്ണ്. പരാതിയും പരിഭവവും ഇല്ലാതെ ഈ വീട്ടിൽ എന്നോടൊപ്പം ജീവിച്ച് ഇങ്ങൊക്കെ വെച്ചു വിളമ്പിത്തുന്ന എന്റെ ഭാര്യ. തലാക്ക് ചൊല്ലി ഇടപാട് തീർത്ത് പിരിഞ്ഞാ പിന്നെ അതൊരന്യ പെണ്ണ.
കെട്ടിയോളാണെന്നുള്ള വിചാരത്തിൽ ഇഞ്ഞോളെ കാണാൻ പോണത് ഒരു മുസൽമാന് ചേർന്ന പണിയല്ല. മുസൽമാൻ ആരോ തമ്മിലുള്ള വാശിക്ക് കെട്ടിയ പെണ്ണെ തുലാക്ക് ചൊല്ലി അയച്ച ഞാനോ? അള്ളേ റസൂലും പൊറുക്കാത്ത പാപം ചെയ്തിട്ട് പള്ളിയിൽ കയറി ഇരുന്നാല് ഞാൻ ചെയ്തു പോയ തെറ്റ് തെറ്റല്ലാതാവോ? നിങ്ങൾ തമ്മിൽ മത്സരിച്ചപ്പോ തോറ്റത് ഞങ്ങളാ. ഞാനും എന്റെ നസീമയും.